ശശി തരൂരിന്റെ സർക്കാർ അനുകൂല പ്രസ്താവന വിവാദത്തിൽ തിരിച്ചടി നേരിട്ട് കേരളത്തിലെ കോൺഗ്രസ്. ഹൈക്കമാൻഡ് തരൂരിനോട് അയഞ്ഞതോടെ വെട്ടിലായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വിഷയത്തിൽ പരസ്യ പ്രസ്താവന പാടില്ലെന്ന് ഹൈക്കമാൻഡിന്റെ താക്കീത് കൂടി വന്നതോടെ വിവാദത്തിൽ വിജയം തരൂരിന്റെ പക്ഷത്തായി. നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, ഈ വിവാദത്തിൽ ഇപ്പോൾ ആകത്തുക എന്ന് പറയുന്നത് ശശി തരൂരിന് ഒരു ഹൈപ്പ് കിട്ടി കോൺഗ്രസിനുള്ളിൽ എന്നതാണോ? അതേസമയം തന്നെ കോൺഗ്രസിന്റെ വികസന വിരുദ്ധ നിലപാട് പൊതുസമൂഹത്തിന്റെ മുൻപിൽ കുറച്ചുകൂടി ഉറച്ച രീതിയിൽ വെളിച്ചത്തായി എന്നതാണോ ഇതിൻ്റെയൊക്കെ ഒരു ആകത്തുക? മനു പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കേരളത്തിൽ തുടർച്ചയായി കേരളത്തിൻ്റെ പ്രതിപക്ഷം വൻകിട പദ്ധതികളും ചെറുകിട പദ്ധതികളും മനുഷ്യക്ഷേമകരമായ ജനക്ഷേമകരമായി നടപ്പിലാക്കിയ പദ്ധതികളെയെല്ലാം കണ്ണടച്ച് എതിർക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ഘാടന ചടങ്ങുകളിൽ പോലും ബഹിഷ്കരിക്കുന്ന സ്ഥിതിയുണ്ടായി. തുടർച്ചയായി ലോക കേരള സഭയിൽ പങ്കെടുത്തില്ല, കെ ഫോണിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നില്ല, ദേശീയവാദ പോലത്തുള്ള വൻ വികസന പദ്ധതികളെ സംബന്ധിച്ച് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള എതിർപ്പുമായി മുന്നോട്ട് പോകുന്ന എല്ലാ സംഗതിയെയും നെഗറ്റീവായി കാണുന്ന ജനക്ഷേമ പദ്ധതികളെല്ലാം എതിർക്കുന്ന ഒരു സമീപനമായി വി.ഡി. സതീശൻ മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് കേരളത്തിൻ്റെ വ്യവസായ രംഗത്തെ അടിസ്ഥാനപരമായ വികസന ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും ഒപ്പം തന്നെ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറി എന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ശശി തരൂർ ഈ തരത്തിലൊരു ലേഖനം എഴുതുന്നത്. ആ ലേഖനം ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഒരു നിലപാടുമായി തരൂർ വന്നപ്പോൾ തരൂരിന് വലിയ പിന്തുണ ലഭിച്ചു. ഒപ്പം തന്നെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ ഇത് വലിയ തരത്തിൽ ഏറ്റെടുക്കുകയും രാഷ്ട്രീയപരമായി സർക്കാർ അത് ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനൊക്കെ വലിയ തരത്തിൽ വിവാദമുണ്ടാക്കുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ചത് കേരളത്തിലെ വി.ഡി. സതീശനും ഹസൻ അടക്കമുള്ള നേതാക്കളാണ്. പ്രകോപനത്തോടെ തരൂരിനെ നേരിട്ടു. ആ തരൂരിൻ്റെ ഉയർത്തിയ വാദങ്ങൾ സജീവമായി കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഒപ്പം തന്നെ തരൂരിൻ്റെ കോൺഗ്രസ് പൊളിറ്റിക്സിനകത്ത് തരൂർ ഇതുവരെ ഉന്നയിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് അത് കൺവേ ചെയ്യാനുള്ള അവസരം കൂടി ലഭിച്ചു. അത് തരൂരിന് ലഭിച്ച വലിയ തരത്തിലുള്ള അഡ്വാൻറ്റേജാണ്. കാരണം കഴിഞ്ഞ 2024 ശേഷം തരൂരിന് ഒരു അപ്പോയിൻമെൻറ്റ് രാഹുൽ ഗാന്ധി ഇതുവരെ നൽകിയിട്ടില്ല. മാത്രമല്ല പാർലമെൻറ്റിൽ വെച്ച് ഇരു നേതാക്കളും നമ്മൾ കാണാറുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പലതവണ അദ്ദേഹം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല രാഹുലുമായി അത്രയേറെ അടുപ്പം ഈ തരൂർ പല ഘട്ടങ്ങളിൽ ഈ AICC അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അകൽച്ച ഉള്ള ഒരു നേതാവ് കൂടിയായിരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ചയ്ക്ക് അരമണിക്കൂർ സമയം ലഭിച്ചു എന്ന് മാത്രമല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും സാഹചര്യത്തിൽ കോൺഗ്രസ് നേരിടുന്ന പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ കേരളത്തിലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങൾ, കേരളത്തിലുള്ള കോൺഗ്രസിൻ്റെ അവസ്ഥ, പ്രത്യേകിച്ച് നയിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ, വി.ഡി. സതീശൻ ഒരു വഴിക്ക്, കെ സുധാകരൻ ഒരു വഴിക്ക്, ഇത്തരത്തിലുള്ള സംഘടനാ വിഷയങ്ങളൊക്കെ തന്നെ അടിസ്ഥാനപരമായി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ പറയാനുള്ള അവസരം കൂടി തരൂരിന് ലഭിച്ചു എന്നതാണ്. ഫലത്തിൽ കേരളത്തിലെ കോൺഗ്രസ് വെട്ടിലാവുകയും തരൂർ ഉന്നയിച്ച വാദങ്ങൾ വിജയിക്കുകയും രാഷ്ട്രീയമായി തരൂരിന് കോൺഗ്രസിനകത്ത് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുന്നു എന്നത് ഒരു കാര്യം. മറ്റൊന്ന്, തരൂരിനെ ചലഞ്ച് ചെയ്യാൻ വി.ഡി. സതീശനടക്കമുള്ള നേതാക്കൾക്ക് ഇതുവരെ കഴിഞ്ഞില്ല. കാരണം തരൂർ വിളിച്ച ഒരു വെല്ലുവിളിയുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ വാർത്തയെ സംബന്ധിച്ച്, ഈ ലേഖനത്തെ സംബന്ധിച്ച് കണക്കുകൾ എന്തെങ്കിലും പിശകുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നെതിർക്കുകയും സംവാദത്തിന് ഞാൻ റെഡിയാണ്, മാത്രമല്ല ഇംഗ്ലീഷ് അറിയാവുന്ന എല്ലാവർക്കും വായിച്ചു നോക്കിയാൽ മനസ്സിലാകും, വി.ഡി. സതീശനോട് വായിച്ചു നോക്കാൻ പറയൂ എന്ന തരത്തിലാണ് തരൂർ പറഞ്ഞത്. അതുകൊണ്ട് തരൂർ വാദത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകേണ്ടി വന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളെ താക്കീത് ചെയ്തിരിക്കുന്നു. ഒരു തരത്തിലുള്ള പരസ്യ പ്രതികരണവും വേണ്ട എന്ന നിർദ്ദേശവും നൽകി. അത് പരസ്യ പ്രതികരണം നടത്തിയ വി.ഡി. സതീശനും എം.എം. ഹസനും അടക്കമുള്ള നേതാക്കൾക്കെതിരെയുള്ള താക്കീത് കൂടിയാണ്. ഫലത്തിൽ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിട്ടു. തരൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുകൂലമായ ഹൈക്കമാൻഡിൽ നിന്ന് മയപ്പെടുത്തുന്ന സമീപനം തരൂരിന് ലഭിക്കുകയുണ്ടായി. മനു, തീർച്ചയായും ഇവിടെ മറുവശത്തേക്ക് വരികയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഈ വിവാദം വലിയൊരു മുന്നേറ്റം സമ്മാനിച്ചിട്ടില്ലേ? കാരണം സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ അംഗീകരിക്കുന്ന സാഹചര്യം, അതിനെ അഭിനന്ദിക്കുന്ന പശ്ചാത്തലം, അത് ആ രീതിയിൽ സർക്കാരിന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലേ? അതുമാത്രമല്ല, സംസ്ഥാനത്തിനൊരു നേട്ടമുണ്ടാകുമ്പോൾ അതിനെ എതിർക്കുന്നയാളാണ്, അതിനോട് ചേർന്ന് നിൽക്കാത്തയാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന വലിയ തുറന്ന കാട്ടലിനും അവസരമുണ്ടായില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്.
മനു കാര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ പൊതുവികസനത്തിനൊപ്പം പൊതുവികാരത്തിനൊപ്പം നിൽക്കാതെ മാറി നിൽക്കുന്ന ഒരു പ്രതിപക്ഷമായി മാറുന്നു. വൻകിട പ്രോജക്റ്റുകളാകട്ടെ, ചെറുകിട പ്രോജക്റ്റുകളാകട്ടെ, ക്ഷേമ പദ്ധതികളാകട്ടെ, കേന്ദ്രം കേരളത്തിന് അവഗണിക്കുന്നതാകട്ടെ, വയനാട് ദുരന്തമാകട്ടെ, പല കാര്യങ്ങളിലും അതിൽ മാറി നിൽക്കുന്ന ഒരു പ്രതിപക്ഷമായി മാറുന്നു. അതിൽ തരൂരിനെ പോലെയുള്ള ഒരു വലിയ തരത്തിൽ നയതന്ത്രപരമായി വലിയ മികവ് പുലർത്തുന്ന വിശ്വപൗരനെന്ന് കോൺഗ്രസ് തന്നെ പറയുന്ന, സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന, വലിയ തരത്തിൽ രാഷ്ട്രീയത്തിനതീതമായി പുറത്ത് സ്വീകാര്യമുള്ള ഒരാൾ പോസിറ്റീവ് പൊളിറ്റിക്സിലേക്ക് വരുന്നു. അതായത് ഇടതു സർക്കാരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന വികസന കാര്യത്തിൽ കേരളം ഒന്നിച്ചു നിൽക്കണം എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആഹ്വാനത്തിനൊപ്പം തരൂർ നിൽക്കുന്നു. അതിന് യുവജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ തരത്തിലുള്ള പിന്തുണ ലഭിക്കുന്നു. തരൂരിന് അനുകൂലമായി കോൺഗ്രസിനകത്ത് തന്നെ സൈബർ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനം സാധാരണ നിലവിലെ നേതൃത്വത്തിനെയൊക്കെ തന്നെ വിമർശിക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്ക് ആ നേതാക്കൾക്കെതിരെ ഉണ്ടാവും. ഇത് മനു ഏറ്റവും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു തരത്തിലുള്ള അറ്റാക്കിലേക്ക് കോൺഗ്രസിലെ ഒരു നേതാവും തരൂരിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള സൈബർ അറ്റാക്കിലേക്ക് തരൂരിനെതിരെ മുതിർന്നില്ല. കാരണം എല്ലാവരും മനസ്സുകൊണ്ട് തരൂരിൻ്റെ നിലപാടിനെ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് മാറി. ഒപ്പം തന്നെ മനു പറഞ്ഞൊരു കാര്യം, കേരളത്തിന് തുടർച്ചയായി ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാരും കേരളത്തിൻ്റെ ദീർഘദൃഷ്ടിയോടുകൂടി കേരളത്തിൽ നടപ്പിലാക്കുന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വികസനം, ആ വികസന പദ്ധതികളെ സംബന്ധിച്ച് വിജയം വിവിധ ഘട്ടങ്ങളുണ്ടാവുന്നു. വ്യവസായ രംഗത്ത് കഴിഞ്ഞ 2 വർഷം കൊണ്ട് 28 സ്ഥാനത്ത് നിന്ന് കേരളം 1ാം സ്ഥാനത്തെത്തുന്നു. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ, ഒരു സംരംഭം ആരംഭിച്ചു കഴിഞ്ഞാൽ ആ സംരംഭം തുടങ്ങുന്നതിന് 2 മിനിറ്റ് സമയം മതി എന്ന് പി രാജീവ് തന്നെ പറഞ്ഞ ഒരു പ്രസ്താവനയാണ് തരൂർ ആ ലേഖനത്തിൽ പറയുന്നത്. അങ്ങനെ കേരളത്തിൽ താൻ തന്നെ വ്യക്തിപരമായി അന്വേഷിച്ച് നോക്കിയപ്പോൾ അത് മനസ്സിലായി എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും കണക്കുകൾ നിരത്തിയിട്ടുള്ള ലേഖനമാണ് അത് എഴുതി. അത് കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നു. വികസനത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നു. നമ്മൾക്ക് തരൂരിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയായി നടന്ന ചാനൽ ചർച്ചകളിലും ഡിബേറ്റുകളിലെല്ലാം എല്ലാവരും ഈ പറഞ്ഞ സാമ്പത്തിക വിദഗ്ധർ, സംരംഭകർ, വ്യവസായ രംഗത്ത് പുതിയ നിക്ഷേപകർ ഒക്കെ പറഞ്ഞത് ഇത്തരത്തിലൊരു പൊളിറ്റിക്സാണ് കേരളത്തിൽ വേണ്ടത്. അത് അക്കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്ന വ്യത്യാസമില്ലാതെ നമുക്ക് ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുന്ന ഘട്ടമുണ്ടായി. അപ്പോൾ ഈ ഈസി ഓഫ് ഡൂയിങ് ബിസിനസ് രംഗത്തെ കേരളത്തിൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ വന്ന മാറ്റം എന്ന് പറയുന്നത് കേരള സർക്കാർ പറയുന്ന കണക്കല്ല, ആധികാരികമായി നീതി ആയോഗിൻ്റെ കണക്കാണ്. ഇത്തരം കണക്കുകളാണ് ശശി തരൂർ മുന്നോട്ട് വെച്ചത്. ആ കണക്കുകൾ കേരളത്തിന് കൂടുതൽ ബോധ്യപ്പെടുന്നതിനും പ്രതിപക്ഷത്ത് നിന്ന് തരൂരിനെ പോലെ ഒരാൾ അത് അംഗീകരിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ഒരു വെല്ലുവിളി പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. ആ പ്രതിപക്ഷം അതിനെ കൂടുതൽ കുരുക്കാനും കൂടുതൽ വിവാദത്തിലേക്ക് കൊണ്ടുപോയതാണ് അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ച താക്കീത് ഇനി വിമർശനങ്ങളുമായി മുന്നോട്ട് പോയി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇനിക്കുള്ള തുടർ വിവാദങ്ങൾ സ്വാഭാവികമായി അതിൻ്റെ അഡ്വാൻറ്റേജ് ലഭിക്കുക ഭരണപക്ഷത്തിനും അതിൻ്റെ തിരിച്ചടി ലഭിക്കുക പ്രതിപക്ഷത്തിനുമായിരിക്കും എന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തരൂരിന് ഇക്കാര്യത്തിൽ മേൽക്കൈയും മുൻകൈയും ലഭിക്കുന്നത്. മനു. ശരി നൃപനാണ് തിരുവനന്തപുരത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ശശി തരൂരിന് ആ വിഷയത്തിൽ ഹൈക്കമാൻഡിന്റെ പിന്തുണ ലഭിക്കുമ്പോൾ മറുവശത്ത് വി ഡി സതീശന് താക്കീതാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി പരസ്യ വിമർശനം പാടില്ല എന്നത്.